പപ്പടമില്ലാതെ ഓണസദ്യ പൂർത്തിയാകില്ല. എന്നാൽ പതിവ് പോലെ ഇത്തവണ ഓണവിപണി കീഴടക്കാൻ പപ്പട കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും വ്യാജന്മാരുടെ കടന്നുകയറ്റവുമാണ് പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയായത്. പപ്പടം ഒരെണ്ണമെങ്കിലും ഇല്ലാതെ ഓണസദ്യ ഉണ്ണാൻ മലയാളിക്ക് കഴിയില്ല. പരിപ്പിനൊപ്പവും പ്രഥമനൊപ്പവും ചേർത്തൊരു പിടിപിടിക്കാൻ പപ്പടം നിർബന്ധമാണ്. അതുകൊണ്ട് മറ്റ് ഏതൊരു ഉൽപ്പന്നത്തെയും പോലെ പപ്പടവും ഓണവിപണിയിലെ താരമാണ്. എന്നാൽ ഇത്തവണ കേരളത്തിലെ വിപണി കയ്യേറിയത് വരുത്തന്മാരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പപ്പടം എത്തുന്നതും വ്യാജന്മാരുടെ കടന്നുകയറ്റവും പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. 15 വർഷമായി ഇവിടെ ഈ കടപ്പാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രാവശ്യം ഓണത്തിൻ്റെ കച്ചവടം കുറവാണ്. വിപണിയൊന്നും സജീവമായിട്ടില്ല. ഇത്തവണ ഓണവിപണിയിലെത്തുന്ന വ്യാജന്മാരെ തടയാൻ പപ്പട നിർമ്മാണ കമ്പനികൾ മുദ്ര എന്ന ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പാക്കറ്റുകളിൽ കെപ്മയുടെ ലോഗോയും അംഗത്വ നമ്പറും രേഖപ്പെടുത്തും. വാങ്ങുന്ന പപ്പടത്തിലെ ഈ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ കയറി പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ്, പ്രത്യേകതകൾ, ചേരുവകൾ എന്നിവ ഉൾപ്പെടെ കാണാൻ കഴിയും. വ്യാജനെന്ന് തോന്നിയാൽ പരാതിപ്പെടാനുള്ള സൗകര്യവും ആപ്പിലുണ്ട്. ആപ്പിന്റെ പ്രവർത്തനം സജീവമാകുന്നതോടെ വ്യാജന്മാരെല്ലാം കുടുങ്ങുമെന്നാണ് നാട്ടുകാരായ പപ്പട നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.